ആദ്യം തന്നെ പറയട്ടെ, ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ ഇൻ യൂട്യൂബ്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ അതെല്ലാം മാറ്റാൻ നോക്കാം. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ അബുദാബിയിൽ ആയുർവേദ ഡോക്ടറായിട്ട്, അബുദാബിയിൽ എന്നല്ല UAE ആയുർവേദ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന്, എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്. അപ്പം ആദ്യം തന്നെ ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പറയാം. ഞാനിവിടെ ആയുർവേദ ഡോക്ടറായിട്ടല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ നാട്ടിലായിരുന്നു ആയുർവേദ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായത്. ഞാൻ 2 പ്രൊഫഷനാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആയുർവേദ ഡോക്ടർ, രണ്ടാമത്തത് മെഡിക്കൽ കോഡിങ്. ഞാനത് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോഡിങ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ കഥ പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോഡിങ് പഠിക്കണം എന്നൊന്നും തീരുമാനിച്ച ആളല്ല കേട്ടോ. ഞാൻ ആയുർവേദം പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ PG ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് PG കോച്ചിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത്, ഹൗസ് സർജൻസി സമയത്ത് ഞാൻ PG കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് എൻ്റെ എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്നാൽ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ UAE വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ എന്ത് പഠിക്കാം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഹൗസ് സർജൻസീൻ്റെ സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി, അവൾ ആരോൺ മെഡിക്കൽ കോഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെഡിക്കൽ കോഡിങ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താ അതിൻ്റെ സംഭവം എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാനതിൽ ജോയിൻ ചെയ്തു. എപ്പോൾ ഞാൻ എൻ്റെ ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ അലൈനിൽ, ഇവിടെ അബുദാബിയിൽ 2 മാസത്തെ വിസിറ്റിങ്ങിന് വന്നു. ആ സമയത്ത് റൂമിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, അപ്പം എനിക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നാണ് ഞാൻ മെഡിക്കൽ കോഡിങ് പഠിക്കാൻ തീരുമാനിക്കുന്നതും ഓൺലൈനായിട്ട് നമ്മുടെ ആരോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ട് മെഡിക്കൽ കോഡിങ് പഠിക്കുന്നതും അതിൻ്റെ ഇൻ്റർനാഷണൽ എക്സാം എഴുതി പാസ്സായി. അങ്ങനെ അതാണ് കഥ എന്ന് പറയുന്നത്. അപ്പം കുറേ പേർക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മൾ ഈ മെഡിക്കൽ കോഡിങ് 3 മാസത്തെ കോഴ്സല്ലേ. അത് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ 3 മാസത്തെ കോഴ്സ്. എൻ്റെ വേറെ ഫ്രണ്ട്സൊക്കെ പഠിച്ച ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതെനിക്ക് കറക്റ്റ് ഏതാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അറിയില്ല, അവിടെയൊക്കെ 6 മാസം 7 മാസം 8 മാസം ഒക്കെയാണ് കോഴ്സ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട കോഴ്സല്ല, ഒരു വർഷമെങ്കിലും ഇതിന് വേണം. കാരണം അത്രയും നമുക്കിതിൽ പഠിക്കാനുണ്ട്. ഇതിൻ്റെ എക്സാം പാസ്സാവുക എന്ന് പറഞ്ഞാൽ അത്രയും ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ദിസ് ഈസ് ഇൻ്റർനാഷണൽ എക്സാം. നമ്മുടെ അമേരിക്ക AAPC എന്ന് പറയുന്ന അമേരിക്ക നടത്തുന്ന എക്സാമാണ് നമ്മൾ എഴുതുന്നത്. എന്ന് വെച്ചാൽ വാല്യൂബിളാണ്. അതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോളർ അനുസരിച്ചിട്ട് നമുക്ക് ഫീസ് വരുന്നത്. ഈ വർഷം നിങ്ങൾക്ക് ഒരു 65,000 ആണ് അതിൻ്റെ ഫീ എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 1 ലാഖിനടുത്ത് വരുമായിരിക്കും. ഡോളറിൻ്റെ മൂല്യം എങ്ങനെ ചേഞ്ച് ആവുന്നോ അതാണ് നമ്മുടെ എക്സാം ഫീ എന്ന് പറയുന്നത്. പിന്നെ ആൾക്കാർക്ക് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് +2 കഴിഞ്ഞവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്ത സമയത്തും ചെയ്യാൻ തീരുമാനിച്ച സമയത്തും എനിക്ക് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്തിനാ ഈ കോഴ്സൊക്കെ പഠിക്കുന്നത്, ഒരു ഡോക്ടറായിട്ട് എന്തിനെന്ത് പഠിക്കുന്നത്, ഇത് +2 കഴിഞ്ഞൊരു പഠിക്കുന്നതല്ലേ, അല്ലെങ്കിൽ ഇതിന് ഇത്ര ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്ന ഒരു പ്രൊഫഷനാണ്. വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് ഗ്രോവിങ് ഉള്ള ഒരു പ്രൊഫഷനാണ്. ഇവിടെ UAE ഇതിൻ്റെ പ്രാധാന്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UAE കോഡിങ്ങും US കോഡിങ്ങും, നമ്മൾ എക്സാം പാസ്സാവാൻ വേണ്ടി US കോഡിങ്ങാണ് പഠിക്കുന്നത്. അതിൻ്റെ എക്സാമാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ആ കോഡിങ്ങും ഇവിടുത്തെ ഈ UAE കോഡിങ്ങും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടെ RCM, റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, അത് എല്ലാ കോഡിങ്ങിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇവിടെ വന്നിട്ടാണ് ഞാൻ അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്മിഷൻ, റീസബ്മിഷൻ, ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കടലാണ് കിടക്കുന്നത്. അവിടെ നമ്മൾ എന്ത് പഠിച്ചോ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ കോഴ്സായിട്ട് ആരും വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ചെറിയൊരു സംഭവമായിട്ട് ആരും വിചാരിക്കേണ്ട. പിന്നെ ഇവിടെ സാലറി പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്യാവശ്യമാണ്. പിന്നെ എല്ലാ ഹോസ്പിറ്റലിലും, നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ എല്ലാ ഹോസ്പിറ്റലിലും ഒരു മെഡിക്കൽ കോഡർ നിർബന്ധമാണ്. ഹോസ്പിറ്റലോ ക്ലിനിക്കോ പോളിക്ലിനിക്കോ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു മെഡിക്കൽ കോഡർ നിർബന്ധമാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ ഇവിടെ ഉള്ളൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് ഈ മെഡിക്കൽ കോഡിങ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോഡേഴ്സിന് തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, കുറേ ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് അത് മസ്റ്റാണ്. 1 ഇയർ 2 ഇയർ 3 ഇയർ 2 ഇയറാണ് ഇപ്പോൾ ഇവിടുത്തെ മിനിമം എക്സ്പീരിയൻസ് പറയുന്നത്. അത് നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ് ശരിക്കും. കാരണം നാട്ടിൽ നമുക്കൊരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ UAE എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. അപ്പം സാധാരണ എല്ലാവരും ചെയ്യുന്നത്, ഹോസ്പിറ്റൽസിൽ ഇൻറ്റേൺഷിപ്പിന് റിക്വസ്റ്റ് ചെയ്യും, നമ്മളവിടെ പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്യും, ഒരു ഔട്ട്സോഴ്സ് ആയിട്ടുള്ള മെഡിക്കൽ കോഡിങ് ചെയ്യും. എന്നിട്ട് നമ്മൾ പിന്നെ ജോലി തപ്പുക എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്,
മെഡിക്കൽ കോഡിങ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കോഴ്സല്ല. ഇവിടെ ഡോക്ടേഴ്സിന് അവർ ക്രൈറ്റീരിയ വെക്കുന്നതിനെ കുറിച്ചാണ് അല്ലേ പറഞ്ഞത്. ഓക്കെ, ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് അവർ 30 ഒരു ഏജ് ലിമിറ്റ് വെക്കും. 30 ബിലോ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ജോലി കൊടുക്കുള്ളൂ എന്നുള്ള ചില കമ്പനികൾ വെക്കും. കാരണം അത്രയും മെഡിക്കൽ കോഡേഴ്സ് പഠിച്ചിറങ്ങുന്നത്, അപ്പം എല്ലാവർക്കും ജോലി കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പം ഏജ് ഒരു ഫാക്ടറായിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് അവർ വെക്കുന്നതാണ് മാർക്ക്. ഇത്ര മാർക്ക് കിട്ടിയ ആൾക്കാരെ മതി ഞങ്ങൾക്കെന്ന്. പിന്നെ വേറൊന്ന് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈഫ് സയൻസ് ഗ്രാജുവേറ്റ്സിനെ മാത്രം മതി. പോയില്ലേ അവിടെ +2 കഴിഞ്ഞവർക്ക് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ വേറെ ഡിഗ്രി പഠിച്ചവർക്ക് വല്ല കാര്യം ഉണ്ടായോ? അപ്പം ഇത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് അവർക്കേ ഇതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. അവർക്ക് ചെറിയൊരു അറിവേ ഉണ്ടാവുള്ളൂ. ആ അറിവ് കേട്ടിട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യണ്ടാന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രൊഫഷനിലേക്ക് ഇറങ്ങി തിരിക്കണ്ടാന്ന് തീരുമാനിക്കുക, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കെന്താണോ തോന്നുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഡോക്ടേഴ്സിനെ മാത്രം മതി എന്ന് പറയുന്ന കമ്പനികളുണ്ട്. പിന്നെ UAEയിൽ മെഡിക്കൽ ഓഡിറ്റിംഗ് വരും. ആ ഓഡിറ്റിംഗ് വരുമ്പം അവിടെ നിർബന്ധമായിട്ടും ഒരു ഡോക്ടർ വേണം. MBBSോ BAMSോ BDSോ BHMSോ ഏതായിക്കോട്ടെ, ഏത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആയിക്കോട്ടെ, ഒരു ഡോക്ടർ അവിടെ നിർബന്ധമായിട്ടും വേണം. കാരണം അവർക്ക് മെഡിക്കൽ നോളജ് ഉള്ളൂ. അവർക്കാണ് ഇപ്പോൾ ഒരു ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാവുക ആർക്കാണ്? ഈ ഡോക്ടർമാർക്കാണ്. അല്ലെങ്കിൽ ഒരു ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച്, ഒരു കാർഡിയോവാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ന്യൂറോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിവുണ്ടാവുക ആർക്കാണ്? ഡോക്ടേഴ്സിനാണ് അല്ലെങ്കിൽ നഴ്സസിനാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ ലൈഫ് സയൻസ് ഗ്രാജുവേറ്റ്സ്, ഡോക്ടേഴ്സ് തുടങ്ങിയ ആൾക്കാരെ ഹയർ ചെയ്തതിന് ശേഷമേ ബാക്കി ഡിഗ്രിക്കാരെ ഹയർ ചെയ്യുള്ളൂ. അത് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. അപ്പം പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ഈ മെഡിക്കൽ കോഡിങ്ങിൻ്റെ സ്കോപ്പ് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. അത് UAEയിൽ എങ്ങനെയാണ്, ഇന്ത്യയിൽ നമുക്ക് ജോലി കിട്ടാൻ ഈസി ആട്ടോ. അവിടെ നമുക്ക് HCC കോഡിങ്ങാണ് വരുന്നത്. അവിടെ നമുക്ക് ജോലി കിട്ടാൻ ഇത്ര പ്രയാസമല്ല. ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. നമ്മൾ US കോഡിങ്ങാണ് ചെയ്യുന്നത്. പിന്നെ ഓസ്ട്രേലിയൻ കോഡിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഉണ്ട്. ഡെൻ്റൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ് ഉണ്ട്. ഇവിടെ UAEയിൽ ഹോം ഹെൽത്ത്, ഫാർമസി, ഡെൻ്റൽ, പിന്നെ UAE കോഡിംഗ്, ഇങ്ങനെ 4 ടൈപ്പ് കോഡിംഗ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള UAE കോഡിംഗ് ആണ്. അപ്പോൾ ഇനി അതിൻ്റെ ഫർദർ ഇൻറ്റേൺഷിപ്പിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ ജോലി ആയോ എന്ന് വെച്ചാൽ ജോലി ആയിട്ടില്ല. വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ജോബ് ഹിയർ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയും കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ.